നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ബാംഗ്ലൂരില് ഒരു കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഡെവലപ്മെന്റ് അതോറിറ്റി സർക്കാരൊക്കെ ശ്രമിച്ചതും അവരെ കുടിയൊഴിപ്പിച്ചതും അവരെ പുനരധിവസിപ്പിച്ചതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അത് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് മലയാളികൾക്ക് യാതൊരു ബന്ധമില്ലാത്ത പ്രശ്നമായിട്ട് കൂടി ആ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ട് രംഗത്ത് വന്നത് CPM MP റഹീമായിരുന്നു. റഹീമിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം മനസ്സിലാക്കുന്ന രീതിയിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ട്രോളുകയൊക്കെ ചെയ്ത സമയത്താണ് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയത്. ഒരു പക്ഷേ CPM പോലും ഇത്രയധികം വലിയൊരു പ്രതീക്ഷയോടുകൂടി ആയിരിക്കില്ല റഹീമിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. പക്ഷെ അതൊരു കേരളത്തിൽ ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. കാരണം അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടത് കൂടുതലും എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അവർക്ക് കേരളീയരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ അതിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ മറുപടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും നൽകി. ഉടൻ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ, KMCC നേതാക്കൾ, മുസ്ലിം നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തുന്നു, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു കർണാടകത്തിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവിടെ BJP ആരോപിച്ചത് ഇതൊക്കെ ബംഗ്ലാദേശികളാണ് ആരോപിച്ചത്. കാരണം ഇന്ത്യൻ പൗരന്മാരല്ല, ബംഗ്ലാദേശികളാണ്, ഇവരെ കുടിയൊഴിപ്പിക്കണം, ഇവരെ പുനരധിവസിപ്പിക്കാൻ പാടില്ല എന്നാണ് BJP ഒരു ഭാഗത്ത് ആവശ്യപ്പെട്ടത്. കർണാടകത്തിൽ സർക്കാരിനും ഏതാണ്ട് അതേ നിലപാടായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം KC വേണുഗോപാലിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് അല്പമെങ്കിലും അവർ നിലപാട് മയപ്പെടുത്തിയത്. ഇതായിരുന്നു കുറച്ച് ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു സംഭവം. ഇപ്പോ സമാനമായ സംഭവമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. ഡൽഹിയിലെ രാമലീല ഗ്രൗണ്ടിനടുത്ത്, തുർക്ക്മാൻ ഗേറ്റിനടുത്ത് ഒരു പള്ളിയിൽ, ആ പള്ളി നിൽക്കുന്നത് ഏതാണ്ട് 19 സെന്റ് സ്ഥലത്ത് മാത്രമാണ്. പക്ഷേ 39,000 ചതുരശ്ര അടി സ്ഥലം അവർ കയ്യേറിയിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ നിയമപരമായിട്ട് 1940 ഈ പള്ളിക്ക് ലീസിന് കിട്ടിയ സ്ഥലമാണ് ഏതാണ്ട് 19 സെന്റ് സ്ഥലം. ആ 19 സെന്റ് സ്ഥലത്ത് പള്ളിയുണ്ട്. പക്ഷെ കുറെ ആളുകൾ അനധികൃതമായിട്ട് അവിടെ താമസിപ്പിക്കണം. അപ്പൊ നിരന്തരമായ കേസുകളെ തുടർന്ന് അവസാനം ഏറ്റവും ഒടുവിൽ ഡൽഹി ഹൈക്കോടതി ഇവരെ ഒഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഒഴിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് ഏതാണ്ട് 10-40 ബുൾഡോസറുകളുമായിട്ട് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരൊക്കെ തന്നെ അവിടെ എത്തുന്നു. അവരെ കുടിയൊഴിപ്പിക്കുന്നു. ഡിമോളിഷൻ ഏതാണ് UP-യിൽ യോഗി ആദിത്യനാഥ് നടത്തിയതുപോലെ, അല്ലെങ്കിൽ കർണാടകത്തിൽ DK ശിവകുമാർ നടത്തിയതുപോലുള്ള ഒരു ഇടിച്ചു നിരത്തിലാണ് അവിടെ ചെയ്തിരുന്നത്. ഈ ഇടിച്ചു നിരത്താൻ വന്ന പോലീസ്, അവിടെ സംരക്ഷണത്തിന് വന്ന പോലീസുകാർക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായി, പോലീസുകാർക്ക് പരിക്കേറ്റു, നിരവധി ആളുകളെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ ഈ കേസിന് പോയ പള്ളി കമ്മിറ്റി പറയുന്നത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഡൽഹിയിലെ അധികൃതർ പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി ഒന്നുമല്ല, ഇവിടെ 19 സെന്റ് മാത്രമാണ് നിയമപരമായിട്ട് ആർക്കുള്ളത്, ഈ പള്ളിക്കുള്ളത്. ബാക്കി സ്ഥലമൊക്കെ അനധികൃതമായ കയ്യേറ്റമാണ്, അത് നിയമപരമായിട്ട് തങ്ങൾ തന്നെ കുടിയൊഴിപ്പിക്കും എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ രാജ്യത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. കാരണം സർക്കാരിന്റെ ചുമതലയാണ് പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറെ ആളുകൾ കയ്യേറ്റം നടത്തും, ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു. ചില സ്ഥലത്ത് കയ്യേറ്റക്കാർക്ക് സർക്കാർ ഭൂമി പതിച്ച് നൽകിയും അല്ലെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അത് അവരുടെ ഭരണപരമായ ഒരു കാര്യമാണ്. പക്ഷെ നിയമപരമായിട്ട് കോടതി ഉത്തരവനുസരിച്ച് ഇവരെയൊക്കെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്. ഇവിടെയാണ് നമ്മുടെ CPM-ന്റെയും UDF-ന്റെയും നേതാക്കൾ ഇനിയിപ്പോൾ അവിടെ എത്തുമോ എന്നുള്ളതാണ് വിഷയം. സ്വാഭാവികമായിട്ടും എത്തും. കാരണം കേരളത്തിലെ ഇത് ഭൂരിഭാഗവും ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നത് മുസ്ലിങ്ങളാണ്. അല്ലെങ്കിൽ ഈ പ്രദേശം തന്നെ ഒരു പള്ളിയും പള്ളിയുടെ ചുറ്റുവട്ടമുള്ള ആളുകളാണ്. അതിലെ വാദി, ഈ കേസിന് കൊടുത്ത ആളുകൾ തന്നെ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ കേസിന് പോയ ആളുകൾ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ട് നിയമ നടപടി നടത്തിയത് പള്ളി കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിയാണ് അവകാശവാദം പുറപ്പെടുവിക്കുന്നത്. ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അവകാശവാദം പുറപ്പെടുവിക്കുന്നത്. തികച്ചും ഇതൊരു മതപരമായ അടിസ്ഥാനം ഇതിനകത്തുണ്ട്. അപ്പൊ കേരളത്തിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ ഇനി അങ്ങോട്ട് പോകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പം ഏറ്റവും വിവാദ നായകനായ, അല്ലെങ്കിൽ വിവാദം എന്ന് പറഞ്ഞാൽ ട്രോളുകൾ നേരിടേണ്ടി വന്ന റഹീം, DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം അവിടെ പോകുമോ? അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് പോകുമോ? LDF-ന്റെ നേതാക്കളൊക്കെ പോകുമോ? ഇനി വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണമെങ്കിൽ ഡൽഹിയിൽ പോയി അവിടെ സന്ദർശിക്കാം, കോൺഗ്രസിനെതിരെ പ്രസ്താവന നടത്താം. കോൺഗ്രസ് മുസ്ലിങ്ങൾക്കെതിരാണ്, ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന കാര്യം മനസ്സിലാവില്ല. പക്ഷെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുസ്ലിങ്ങിന് എതിരാണ് എന്നൊക്കെ CPM-ന് പറയാം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും, കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ MP-മാര് കോൺഗ്രസിലുണ്ട്,
ആ MP മാരൊക്കെ ചെന്ന് അവിടെ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കും. കാരണം ഇപ്പൊ അവർക്ക് എതിർക്കാൻ അത് ആം ആദ്മി പാർട്ടിയുടെ സർക്കാരല്ല ഉള്ളത്, ഡൽഹിയിൽ ഇപ്പോൾ BJP സർക്കാരാണുള്ളത്. അപ്പൊ BJP സർക്കാർ മുസ്ലിങ്ങളായ ആളുകളെ പള്ളിയുടെ പരിസരത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. അപ്പൊ ആര് ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നുവോ അവർക്കായിരിക്കും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ LDF-ഉം UDF-ഉം ഇനി പരസ്പരം മത്സരിച്ച് ഡൽഹിയിലേക്ക് പോകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം.